ഹായ്, വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് മൊഡ്യൂൾ 14 ആണ്, പാർട്ട് 14 ആണ്, 14ാമത്തെ ഭാഗമാണ് പഠിക്കുന്നത്. ഷുഡ് ഹാവ് എന്ന് പറയുന്ന ഒരു യൂസേജ് ആണ്. ഷുഡ് ഹാവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷുഡ് ഹാവിന്റെ കൂടെ വെർബ് വയ്ക്കുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞതായിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഷുഡ് ഹാവിന്റെ കൂടെ നൗൺ വെക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിന്റെ മീനിങ് വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഷുഡ് ഹാവിന് കൂടെ വെർബ് വെക്കുന്ന സമയത്ത് വെർബിന്റെ തേർഡ് ഫോം ആയിരുന്നു വെച്ചിരുന്നത്. അപ്പൊ അർത്ഥം വന്നത് എന്തായിരുന്നു? ചെയ്യണമായിരുന്നു പക്ഷെ ചെയ്തില്ല, നീ ചെയ്യേണ്ടതായിരുന്നു, നീ ഇൻഫോം ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ചെയ്തില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ഉണ്ടാവണം, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ കാണാൻ പറ്റും, യു ഷുഡ് ഹാവ് പെൻ. ഇപ്പോൾ ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥി, അപ്പോൾ അവൻ വന്നിട്ട് പറയണം, സാർ ഞാൻ പാന് കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ നമുക്കറിയാം, ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഹി ഷുഡ് ഹാവ് എ പെൻ. അവന്റെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? ഒരു പേന ഉണ്ടായിരിക്കണം. മിനിമം എന്തുണ്ടായിരിക്കണം? ഹി ഷുഡ് ഹാവ് എ പെൻ. അവനൊരു പേന ഉണ്ടായിരിക്കണം. യു ഷുഡ് ഹാവ് എ പെൻ. അപ്പൊ നമുക്ക് ഐ വെച്ചിട്ടോ യു വെച്ചിട്ടോ ദേ വെച്ചിട്ടോ ഹി ഷീ ഒക്കെ വെച്ചിട്ടെല്ലാം തന്നെ നമുക്ക് ഇത്തരത്തിൽ എക്സാമ്പിളുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. യു ഷുഡ് ഹാവ് എ പെൻ. മനസ്സിലായോ? നിനക്കൊരു പെൻ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിക്കേ, നിനക്കൊരു ബുക്ക് ഉണ്ടായിരിക്കണം. എന്താ പറയാ? യു ഷുഡ് ഹാവ് എ ബുക്ക്. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളുകളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടിയും റിയൽ ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്, റിയൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, നിനക്ക് ഒരു ജോലി ഉണ്ടാവണം, നിനക്ക് ജോലി ഉണ്ടായിരിക്കണം. ഓക്കെ, ഇഫ് യു വോണ്ട് ടു ഗെറ്റ് മാരീഡ്, അതായത് കല്യാണമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് എ ജോബ്. യു ഷുഡ് ഹാവ് എ ജോബ്. നിനക്ക് നിന്റേതായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടായിരിക്കണം. യു ഷുഡ് ഹാവ് യുവർ ഓൺ ഇൻകം. ഓൺ OWN കേട്ടോ. ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള. അപ്പോൾ നിനക്ക് സ്വന്തമായിട്ടുള്ള വരുമാനം ഉണ്ടാവണം. യു ഷുഡ് ഹാവ് യുവർ ഓൺ ഇൻകം. യു ഷുഡ് ഹാവ് എ ജോബ്. യു ഷുഡ് ഹാവ് മെനി ഫ്രണ്ട്സ്. നിനക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കണം. യു ഷുഡ് ഹാവ് മെനി ഫ്രണ്ട്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നിന്റെ കയ്യിൽ പെൻസിൽ ഉണ്ടായിരിക്കണം. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളുകളാണ്. നിങ്ങൾ ഈ യൂസേജ് പഠിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ളത് സിമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. പക്ഷേ ഈ യൂസേജ് നിങ്ങൾക്ക് എന്തുണ്ടാവണം? മെമ്മറൈസ് ചെയ്ത് മൈൻഡിൽ ഉണ്ടായിരിക്കണം. യു ഷുഡ് ഹാവ് പെൻസിൽ. നിനക്കൊരു പെൻസിൽ ഉണ്ടായിരിക്കണം. യു ഷുഡ് ഹാവ് എ ക്യാപ്പ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നല്ല വെയിലുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് എ ക്യാപ്പ്. നിനക്ക് എന്തായാലും ഒരു ക്യാപ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ഇപ്പോൾ പറയുന്നത് യു ഷുഡ് ഹാവ് എ ക്യാറ്റ്. നിനക്കൊരു ക്യാറ്റ് ഉണ്ടായിരിക്കണം. അതായത് നീ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡിൽ ഒരു പെറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് എ ക്യാറ്റ്. യു ഷുഡ് ഹാവ് എ മൊബൈൽ ഫോൺ. അപ്പൊ ബേസിക്കലി ഏറ്റവും ചുരുങ്ങിയ പക്ഷം നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കണം. യു ഷുഡ് ഹാവ് എ ഫോൺ. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഷുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന എക്സാമ്പിൾ ഇതാണ്. യു ഷുഡ് ഹാവ് എ ജോബ്. You should have your own income. You should have many friends. You should have this or that. ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ എക്സാമ്പിളുകൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ഇപ്പോൾ തന്നെ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.